ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഡ്രസ്സെല്ലാം മാറി ഊട്ടിയുടെ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഊട്ടിയെക്കുറിച്ച് രണ്ടു പേർക്ക് സംസാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടി പോകുന്നത്. ഞാനൊരു 16 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ വിളിച്ചപ്പോൾ വീണ്ടും പോയതാണ്. തണുപ്പ് കാരണം മനുഷ്യൻ ഇരിക്കാൻ പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷേ അതൊരു വൈബാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മളപ്പോൾ വീഡിയോ ഒക്കെ കാണും. സൂപ്പർ വണ്ടിയാണ്. നമ്മൾ എവിടോട്ട് പോകാൻ പോകണമെന്ന് ഇതുവരെ നിശ്ചയിച്ചില്ല. പക്ഷേ എവിടെ പോയാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ജേർണി, ഇറ്റ്സ് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. അല്ല ശരി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദ ജേർണി. ഓക്കെ ഓക്കെ, ഇതൊന്നും കാര്യമാക്കണ്ട. കുതിര കണ്ടു. ഹായ് കുതിര. ഗുഡ് മോർണിംഗ്. ചെറിയ കടകളിൽ വന്ന് ചെറിയ കടികൾ കഴിക്കുന്നതാണ് ചെറിയ സന്തോഷങ്ങളുടെ ഒരു ഭാഗം. കവിത കവിത ശരിയാണ്, ഞങ്ങൾ കുറച്ച് പ്രൊഫഷണൽസ് ആണ്. അപ്പം പക്ഷെ നമ്മളെപ്പോഴും കോഫി അല്ലെ ചായ കുടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർബക്സിൽ നിന്നൊന്നും കുടിച്ചു തരുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ പരിപാടികളൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അൺബീറ്റബിളാണ്, രക്ഷയില്ല. ദിസ് ഇസ് കോൾഡ് ഇന്ത്യൻ ബർഗർ. ഇതിൻ്റെ പേരാണ് ഇന്ത്യൻ ബർഗർ. ഇതിനെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരെന്താ? സെറ്റ് ടേസ്റ്റ് എന്നാണ് പറയണേ. എൻ്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. നമുക്ക് കഴിച്ചിട്ട് പറയാവേ. ഒന്നുകൂടെ കാണിച്ച് കോട കാണിക്കേ. എന്ത് കോടയല്ലേ, മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ വിഷയം മഞ്ഞ. പണിയെടുക്കുന്ന ഒരു പട്ടിയൊക്കെ ഉണ്ടോ? പക്ഷേ ഇവിടെ പട്ടി വരെ പണിക്ക് പോകുന്നുണ്ട്. നീ പോകണ്ട. ഇല്ല, മൃഗസ്നേഹിയല്ലാത്ത തെണ്ടി. അതാരാടാ? അയ്യോ, ഒരു ചത്ത ഇല്ലല്ലേ? ബോട്ട് ഈസ് നോട്ട് അലൗഡ് ടു യൂസ് വിത്തൗട്ട് ലൈഫ് ജാക്കറ്റ്. ലൈഫുള്ളവർക്കല്ലേ ജാക്കറ്റ് ആവശ്യം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസ് കാണാൻ പറ്റും. നിങ്ങൾ ഐ ഡി എന്ന് പറഞ്ഞാൽ അഫ്സൽ ഐ ഡി എന്ന് പറഞ്ഞു. അഫ്സൽ ഷംനാദ്. അണ്ടർസ്കോർ ഒന്നുമില്ല. അണ്ടർസ്കോർ അഫ്സൽ അണ്ടർസ്കോർ ഷംനാദ്. ബിനീഷിനെ പറഞ്ഞു 38 ബിനീഷ്. 38 ബിനീഷ്. ബിനീഷ് റോൾ നമ്പർ എന്ന് തോന്നുന്നത്. നിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ? ഷാൻ __ അഷ്റഫ്. നീയോ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻസ് നിന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാരൊക്കെ അങ്ങനെ കൊടുക്കാറില്ല. നീയുടെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അതായിരിക്കും ഇച്ചിരി പ്രൊഫഷണലിസം. ഓക്കെ ശരി ഗൈസ്. പരിപാടി കഴിഞ്ഞു. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് മേടിച്ചു. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മര്യാദയ്ക്ക് മര്യാദയല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിക്കാം. Bye. Yo guys, this is Shah and this is Malrose here. So guys, as you know, and റിവീൽ ആയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മലയാളിയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞത്. കുഴപ്പമില്ല, അവൻ്റെ ആഗ്രഹമായിരുന്നു. അത് പൊളിച്ചത് അവന്മാര് അടിപൊളിയായിട്ട്. ഈ പ്രകൃതിയുടെ രമണീയത ഏറ്റവും കൂടുതൽ കാണുന്ന ഈ കാടിന്റെ ഫോറസ്റ്റിനകത്തെന്ന് പറഞ്ഞാൽ എന്തുമാത്രം സത്യം. അതെ അതെ, വളരെയധികം വളരെയധികം. അവിടെ കണ്ട സ്വിറ്റ്സർലൻഡ് കൂടി. ഏതിലാണ്? സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള, തമിഴ്നാട്. ഇപ്പൊ നമ്മള് ഊട്ടിയിലാണ്. ഊട്ടി കഴിയാറായല്ലേ? പരിപാടികളെല്ലാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകാൻ പോകണം. ഭയങ്കര അമേസിംഗ് സ്ഥലം എന്നാണ് നീ പറഞ്ഞത്. നീക്ക് അവിടെ എന്തോ സീക്രട്ട് സ്വീഡൻ ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ശരി. ഹലോ ഹലോ.
കൂണൂരിന് എത്ര നേരം ട്രാവൽ ചെയ്യുക? എന്താടാ എവിടാ? എടാ പോടാ. അതെ നമ്മളെവിടെ പിന്നെ പോണേ? എടാ മോനെ, എടാ ശരിക്കും പറഞ്ഞാണോ? അപ്പൊ കൂണൂരില്ലേ? മച്ചാനെ നിങ്ങളിത് കണ്ടോ? നമ്മളെവിടെ വയനാട് പോവാന്ന്. എടാ നീ അലക്സിനെ വിളിച്ചാ? നീ അലക്സിനെ ചാനലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണല്ലോ. നിങ്ങൾ അലക്സിനെ പരിചയപ്പെടുത്താൻ കഴിച്ചു. ഓ അമൽ ജോർജിനെ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് പുള്ളി. നമുക്ക് റൂം സെറ്റ് ആക്കി തന്നു പുള്ളി. അമൽ ജോർജ്, ഷൗട്ട് ഔട്ട് ടു അമൽ ജോർജ്. വല്ലാത്ത സർപ്രൈസ് കേട്ടോ. പ്രതീക്ഷയില്ല കൊള്ളാം. നൈസ്. Hi. So this is 7 model diesel vandi with 2017 model 6-speed transmission. Driver ഗ്രൗണ്ട് ലെവലിൽ വെറും 2 സെന്റിമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ലോ ഫ്ലോറാ. അതിന് കാരണമായിട്ടുള്ള 2 പേരാണ് ബിനീഷും അഫ്സലും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഫ്സല് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് AC ഉണ്ട്, പിൻതൂക്കം കുറച്ച് കൂടുതലുണ്ട്. AC ഉണ്ട്, സാഡുണ്ട്. ഇതാ അവിടെ ഫോഗ് ലൈറ്റും കാണാം. സോറി അമ്മ. നമ്മൾ താമസിക്കുന്ന വീടെത്തി ഗൈസ്. നമുക്ക് നമ്മുടെ വീട് കാണാം. ഹൈഷോ ബെഡ്റൂം നമ്പർ 1, ബെഡ്റൂം നമ്പർ 2 സ്പോട്ട് കണ്ടുപിടിച്ചു. കിച്ചൺ എന്താണ് ഇത്? ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് വിളിച്ചാലോ? ഓഷേ അതാണ് ഹൗസ്. ബൈ ബൈ. റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ബിരിയാണി ഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ബിരിയാണി ഹട്ടിൽ അൺലിമിറ്റഡ് റൈസ് കിട്ടുമെന്നാണ് നമ്മുടെ റൂമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത്. അപ്പോൾ ബിരിയാണി ഹട്ടിൽ നിന്ന് നല്ല സൂപ്പർ ബിരിയാണി കഴിക്കണം, അടച്ചില്ലെങ്കിൽ, റൈസ് തീർന്നില്ലെങ്കിൽ. ഗൈസ് ഇതാണ് ബിരിയാണി ഹട്ട്. നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് റിവ്യൂ പറയാം. ഓക്കെ. ഹലോ ഗൈസ്, ബിരിയാണി ആയിട്ട് ഇന്ന് ബിരിയാണി കഴിച്ചിരിക്കുന്നു. നീ എങ്ങനെയുണ്ട് ബിനീഷ്? മസ്റ്റ് വിസിറ്റ് കേട്ടോ ബിരിയാണി ഹട്ട്. എവിടെയാണ്? സുൽത്താൻ ബത്തേരി. ഓക്കെ. ബിരിയാണി ഹട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഇറ്റ് വാസ് എൻ അമേസിംഗ് ബിരിയാണി. അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ 100 rupees വെറുത്താണത്. പിന്നെന്താ ഹൈലൈറ്റ് പറ? ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് റൈസ്. അൺലിമിറ്റഡ് റൈസ് ഒരു ബിരിയാണി ഗൈസ്. ദാറ്റ്സ് വൺ ഓഫ് ദ എന്തിനു പറയുന്നേ സൂപ്പർ ആട്ടോ. മീൻസ് എല്ലാം ബിരിയാണീസിനെല്ലാം റേറ്റ് കുറവാണ്. അതെ, നല്ലൊരു ഫാമിലി ഓൺഡ് ഒരു ഡീസന്റ് സെറ്റപ്പ് കട. നിങ്ങൾ എപ്പോഴെങ്കിലും സുൽത്താൻ ബത്തേരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണി ഹട്ടിൽ പോയോ? നിങ്ങൾക്ക് വയറ് നിറച്ച് സംതൃപ്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. വയറ് നിറച്ചിട്ട് അവർ നമ്മളെ വിടുത്തുള്ളൂ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നൈസ് സെർവിംഗ് ആണ്. വെരി ഗുഡ്. അമേസിംഗ്. ഓക്കെ ഓക്കെ ബൈ. നമ്മൾ വയനാട്ടിൽ നേരെ കോഴിക്കോട് പോവാം. വീണ്ടും ഒച്ച പോയിട്ട് നമുക്ക് കോഴിക്കോട് ചെന്നിട്ട് ബീച്ചിൽ കാണാം. ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിയോ. 100 രൂപ സ്കൈലോ 100 രൂപ
പ്രകൃതിയേക്കാൾ സുന്ദരം എന്താന്ന് വെച്ചാൽ ഞാൻ പറയും അത് നിയോ ആവുന്ന. നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ നമ്മുടെ മാവും ഇപ്പോൾ കോഴിക്കോടിൽ എത്താൻ 34 കിലോമീറ്ററൂടെ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്. ഇന്ന് ഫുള്ള് കോഴിക്കോടായിരിക്കും, നാളെ വയനാട്. ഓക്കെ, പുറത്തു പറയാൻ പറ്റാത്തൊരു സംഭവം ഈ വണ്ടിയിൽ ഇപ്പൊ സംഭവിച്ചിട്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് ഹൈലൈറ്റ് മണ്ണിൽ എത്തിയില്ലെങ്കിൽ എല്ലാം പണിയാവും. നീ വണ്ടി ചവിട്ടി വിടറാ. ഞാൻ ചാടാ നീയോ ചവിട്ടി വിടറാ. അയ്യോ ചത്ത്. അയ്യോ ദൈവമേ, ലൈറ്റ് ഓണാക്കണോ? പിടിച്ചിരുന്നോ? Reached Kozhikode, guys. കോഴിക്കോട് ബീച്ച് എത്തി ഗൈസ്. ഈ കടയിലെ ഫുഡ് ഞങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര സൂപ്പറാണ്, കണ്ടാൽ തന്നെ അറിയാം. ഈ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു അസ്തറ്റിക് സ്ഥലം കേട്ടോ. എവിടെ നോക്കിയാലും അസ്തറ്റിക് ഫ്ലെയിംസ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇത് അവസാനിക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു, നമ്മൾ തിരിച്ച് പോകാൻ തോന്നില്ല, കൂപ്പ് തിരിച്ചു പോവാം ഗൈസ്. നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ എന്തൊക്കെ സ്ഥലം പോയി, ഊട്ടി പോയി, വയനാട് പോയി, ഇപ്പോൾ വയനാട്ടിലാണ്. ഇന്നലെ രാത്രി കോഴിക്കോട് പോയി, തിരിച്ചു വന്നു. ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ബാംഗ്ലൂർ എന്ന് പറയുന്ന നാട്ടിലോട്ട് പോകാൻ തോന്നുപോലുമില്ല. പക്ഷേ എല്ലാ ട്രിപ്പുകളും അവസാനിക്കുമല്ലോ ഒരു ദിവസം. അങ്ങനെ ഇതും അവസാനിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കൂടെ ഇടാം, അല്ലെങ്കിൽ ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ. നെക്സ്റ്റ് ഡേ 3 നീയോ ഫുഡ് എങ്ങനെയുണ്ട്? നല്ല മീനും ബീഫും അല്ലേ? ആ എടുക്കണ എങ്ങനെയാന്ന് പറഞ്ഞു അല്ലേ? നമ്മളെ ആദ്യം ചോറ് എടുക്കാം, മീൻകറി സാമ്പാർ ഇങ്ങനെ വെക്കാം. സംഭവം ഇതായിരുന്നു. കാണിച്ചിട്ട് ഒറിജിനൽ കുറച്ച് ചോറ് എടുക്കാം, ബീഫുണ്ടാവും, ബീഫ് ഇട്ടിട്ട് ചമ്മന്തി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം, കുറച്ച് അച്ചാറിങ്ങനെ വൈപ്പ് ചെയ്തെടുത്ത് ടേസ്റ്റ് ചെയ്യാം, കുറച്ച് അറിയില്ല. ഫിഷാണ് പറയാൻ, ഈ ഫിഷ് ഇങ്ങനെ എടുക്കാം. ഒന്നും പറയണ്ട, ഇത്ര ഡൈമെൻഷൻ കണ്ട്. അടിപൊളി ഫുഡാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ടേസ്റ്റാ. കഴിച്ചിട്ട് വിളിക്കാം, കഴിച്ചിട്ട് വിട്ടാ. பாம்பு யாரு உனக்கு இப்ப நல்ல தெரியும் மச்சான். இங்க நரி யாரு, புலி யாரு, கழுகு யாரு, பாம்பு யாரு, உனக்கு இப்ப நல்லா புரியும் மச்சான். எங்க கிட்ட லங்க பண்ண தே, லங்க பண்ண தே, லங்க லங்க எங்க
കൊല്ലോടാ പതിപ്പെടാ. ഇവിടെ എന്ത് രസമാടാ. The world is so beautiful. ആരുടെ ഒരു സമാധി നടക്കും കേട്ടോ. അവരത് പൊളിക്കും. ഗുഡ് ബൈ. ബൈ ഫ്രം